പ്രിയമുള്ളവരെ, ഇന്നിപ്പോൾ ലോക കത്തോലിക്ക സഭ എല്ലാ കർദിനാളന്മാരെയും അവരുടെ പ്രാർത്ഥനകളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയൊരു മാർപ്പാപ്പയെ ലോകത്തെ സമ്മാനിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമ്മൾക്ക് വളരെ അധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് കടന്നു വരുന്നതായ ഒരു മാർപ്പാപ്പയുടെ വാക്കുകൾ, ആദർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രബോധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനുഷികവും മാനവികതയും എല്ലാം ഉൾക്കൊള്ളുന്നതായ വാക്കുകൾ ഒക്കെ ഒരു നിമിഷം ഒന്ന് ഓർക്കാതെ പോകാൻ കഴിയില്ല. പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹം മറ്റ് മാർപ്പാപ്പമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു സവിശേഷമായ വ്യക്തിത്വം മാത്രമല്ല, ആത്മീയമായും ആധ്യാത്മികമായും മാനവികതയിൽ ഊന്നിക്കൊണ്ടുവന്ന് മതങ്ങളെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി ഒരു മതത്തോട് മാത്രമല്ല എല്ലാ മതത്തോടും തന്നെ സംവദിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. മതങ്ങളുടെ തെറ്റുകളെ മാറ്റപ്പെടേണ്ട കാലമായി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഈ സന്ദർഭത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ്. അദ്ദേഹം പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കാലഹരണപ്പെട്ടവയായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ദൈവം എന്നുള്ള കൺസെപ്റ്റ് തന്നെ അത് കാലഹരണപ്പെട്ട ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവതരണം, അതിൻ്റെ രൂപം, ഭാവം, ഇവയെല്ലാം ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന, കണ്ടുകൊണ്ടിരിക്കുന്നതായ, അനുഭവിക്കുന്ന ആ അവസ്ഥയിലുള്ളതല്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് അദ്ദേഹവും. യേശു സമൂല ശുദ്ധീകരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം സഭയ്ക്കുള്ളിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ളതായ എല്ലാ തിന്മകളെയും തെറ്റുകളെയും ആചാര അനുഷ്ഠാനങ്ങളെയും എതിർത്ത് വന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ചോദ്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ആവർത്തിക്കുന്ന ഒരു വലിയ യേശുവിൻ്റെ ശിഷ്യനെയാണ് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട്, അദ്ദേഹത്തിൻ്റെ അല്ല, ദൈവം എന്താണോ അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ സംവദിക്കുവാനായി തിരഞ്ഞെടുത്തത് മറ്റു മതങ്ങളെയല്ല, സ്വന്തം മതത്തെ തന്നെയാണ് അദ്ദേഹം അതിനായി പാത വിട്ട് തുടർന്ന് മുന്നോട്ട് വന്നത്. അദ്ദേഹം പറയുന്നു, ബൈബിളാണല്ലോ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വിലപ്പെട്ടതായ ഗ്രന്ഥം, ആധ്യാത്മികമായ ദൈവികമായ ഉത്ബോധനങ്ങളുള്ളതായ ഗ്രന്ഥം ബൈബിളാണ്. ആ ബൈബിളിനെ കുറിച്ച് തന്നെയാണ് അതിൽ പറയുന്നതായ ഉൽപ്പത്തി. എങ്ങനെയാണ് ഈ ഭൂമിയും പ്രപഞ്ചവും ലോകവും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് ഉൽപ്പത്തിയിലാണ് പറയുന്നത്. 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയും. എന്നാൽ മാർപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നു, അത് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണാമ സിദ്ധാന്തത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്, ഈ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല. എന്നാലോചിച്ച് നോക്കുക. ഈ വാക്കിനെ വളരെ ലളിതമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരു മതഗ്രന്ഥത്തിലെ ആമുഖം തന്നെയാണ് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഉൽപ്പത്തിയാണ് ബൈബിളിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമായി നിലനിൽക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചതും വെള്ളവും കരയും കടലും മനുഷ്യരെല്ലാം ഉണ്ടായതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതങ്ങളിൽ ഇന്ന് ഗ്രന്ഥങ്ങളിലൂടെയാണേലും നമ്മൾ അനുഭവിക്കുന്ന, കാണുന്ന, വായിക്കുന്ന അറിവുകൾ അത് തെറ്റാണ്, തെറ്റുള്ളവ തിരുത്തപ്പെടണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, ലോകത്തോട് പറയുകയാണ്. ഒരു മതത്തോട്, കത്തോലിക്ക സഭയോട് മാത്രമല്ല വാസ്തവത്തിൽ ആ വാക്കുകൾ വന്ന് കൊള്ളുന്നത്. അപ്പോൾ ദൈവസങ്കല്പത്തിലെ പിഴവുകളെ എല്ലാം തന്നെ അദ്ദേഹം കാലോചിതമായ മാറ്റങ്ങൾക്കും തിരുത്തലിനുമായി പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക.
അതെല്ലാം തന്നെ ആത്മീയതയിലൂന്നിയാണ്, മാനവികതയിൽ നിന്നുകൊണ്ടാണ്, സ്നേഹത്തിലും സാഹോദര്യത്തിലും നിന്നുകൊണ്ടാണ്, ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിൻ്റെ സവിശേഷത. ദേവാലയങ്ങൾ കൊള്ളസംഘങ്ങളാകുന്നതിനുള്ള ആശങ്കകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ദേവാലയങ്ങൾ കൊള്ളസംഘങ്ങളായി മാറുന്നു. യേശുക്രിസ്തു കൊള്ളസംഘങ്ങളായി കച്ചവട സ്ഥലങ്ങളായി മാറിയതായ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ കയറി ചെന്ന് അടിച്ചോടിച്ചതിൻ്റെ ആ ഓർമ്മ നമ്മളിലേക്ക് വരും. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൽ ഒരർത്ഥത്തിൽ പഴഞ്ചനായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പഴഞ്ചനായി കഴിഞ്ഞു. ദൈവം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അതൊരു പഴഞ്ചൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സുവ്യക്തമായി പറയുന്നു. അതിലെടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ: ഒരു നല്ല മനുഷ്യനാകാൻ ദൈവത്തിൽ വിശ്വാസം വേണമെന്നില്ല. മതമില്ലാതെ തന്നെ ഒരാൾക്ക് സ്പിരിച്വലാകാം. പലർക്കും പ്രകൃതി തന്നെയാണ് ദൈവം, അവൻ്റെ ആരാധനാലയം. എല്ലാ മതങ്ങളുടെയും ദൈവം അതൊന്നു തന്നെയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, ഈ ദൈവം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും സഭകളും മറ്റു മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണെന്നും യഥാർത്ഥത്തിൽ എന്താണ് ഈ ദൈവം എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുകയല്ലേ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുവരുന്നത്. പള്ളിയിൽ പോകണമെന്നും അവിടെ പണം കൊടുക്കണമെന്നും ഇല്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തികൾ എല്ലാം ദൈവവിശ്വാസികളായിരുന്നില്ല പറയുന്നുണ്ട്. അതേസമയം ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഏറ്റവും വലിയ ദൈവവിശ്വാസികളായിട്ടിരുന്ന വ്യക്തികളിലൂടെയും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലുമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എല്ലാ മതവിശ്വാസികളും നല്ലവരാകണമെന്നില്ല, അതുപോലെ നല്ലവരായിട്ടുള്ളവരെല്ലാം മതവിശ്വാസികളാകണമെന്നില്ല. ഒന്നാലോചിച്ച് നോക്കുക ആ അന്തരം. അപ്പം നന്മ എവിടെ കിടക്കുന്നു, ദൈവം എവിടെ കിടക്കുന്നു, ആത്മീയത എവിടെ കിടക്കുന്നു, ഇത് മതങ്ങൾ കൊണ്ടു നടക്കുന്ന ആ വ്യവസ്ഥിതി എവിടെ കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ വലിയ മതവിശ്വാസികളായിരുന്നു. ക്രിസ്തീയ വിശ്വാസികൾക്ക് കത്തോലിക്കനായിരുന്നു ഹിറ്റ്ലർ. അത് നല്ല മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഉത്ബോധനം നമുക്ക് തന്നിട്ട് അദ്ദേഹം കടന്നു പോയിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം മതത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, രസകരമായ കാര്യം. മതങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മണ്ടന്മാരായ കുറേ വിശ്വാസികൾ വേണം, പിന്നെ അവരുടെ പണവും. ഇത് രണ്ടുമാണ് മതങ്ങൾക്ക് വേണ്ടതെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ചില ഉപദേശങ്ങൾ കൂടി നമ്മുടെ പൗരോഹിത്യത്തിന് അദ്ദേഹം നൽകുന്നുണ്ട്. അത് കത്തോലിക്ക സഭയിലൂടെയാണ് പറയുന്നതെങ്കിൽ എല്ലാ മതങ്ങളെയും ബാധകമാണ്. അതിൻ്റെ മറ്റു മുഖങ്ങളാണ് മറ്റു മതങ്ങളിൽ നടക്കുന്നത്. അതായത് ലൈംഗിക പീഡനങ്ങൾ നടത്തുന്ന പുരോഹിതന്മാർക്ക് യാതൊരു വിധമായ സഹാനുഭൂതിയും പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ അതെല്ലാ മതത്തെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ മാമുദീസ, മറ്റു കുദാശകൾ, ഓരോ നിയോഗങ്ങൾക്കുള്ളായ കുർബാനകൾ തുടങ്ങി വിശ്വാസികളുടെ ഓരോ ആവശ്യത്തിനും കൈനീട്ടി പണം വാങ്ങുന്നത് മഹാപാതകമാണ്. ഇത്തരം പാതകങ്ങൾക്ക് മാപ്പില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം തൻ്റെ ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കരുത് എന്ന് കർത്താവ് ഈശോ പറഞ്ഞ ആ വാക്കുകളുടെ ഈ കാലഘട്ടത്തിലെ പരിവർത്തന വാക്കുകളാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ വ്യക്തമായി പറയുന്നു, അന്യായമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം സഭയ്ക്ക് ആവശ്യമില്ല. കറ പുരണ്ട പണവും സഭയ്ക്ക് ആവശ്യമില്ല. ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ പ്രതിഫലം നിഷേധിച്ചുകൊണ്ട് മറ്റ് അന്യായമായ മാർഗത്തിലൂടെയൊക്കെ സമ്പാദിച്ച് പണിയെടുക്കുന്നതിനെ പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കുന്നതായ ആ സമ്പാദ്യം, അതിൻ്റെ ഒരു വിഹിതം സഭകൾക്ക് കൊടുത്തുകൊണ്ട് അവിടെ മാന്യന്മാരാകാനും അവരുടെയൊക്കെ അഭ്യുതകാംക്ഷികളാകാനും ശ്രമിക്കുന്നതായ ആ ഒരു സാഹചര്യവും സഭ ആഗ്രഹിക്കുന്നില്ല. അത് തെറ്റാണ്, അത് ഒഴിവാക്കണമെന്ന് കൂടി വ്യക്തമായി പറയുമ്പോൾ
അതിൻ്റെ ആഴം എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഈ ഇന്ന് നമുക്ക് ഈ മത തീവ്രവാദത്തിൻ്റെയും ദളിത് പിന്നോക്ക അതുപോലെ നിരാലംബരായിട്ടുള്ള പ്രതികരണശേഷിയില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള അനേകായിരം കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന കടുത്ത പീഡനങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് മാർപ്പാപ്പായുടെ പ്രസ്താവനകളുടെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അടിച്ചമർത്തലുകളാണ്, പീഡനങ്ങളാണ്, കൊലപാതകങ്ങളാണ്. ദൈവമാണ് ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ദൈവം എന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയാനോ പ്രാവർത്തികമാക്കാനോ അത് ഉൾക്കൊള്ളാനോ ഈ സമൂഹത്തിനോ മതങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല, അവരറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതെല്ലാ മതങ്ങളും തിരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു മതം മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ദൈവീയമായ കാഴ്ചപ്പാടുകളിലെ അപാകതകൾ, അപജയങ്ങൾ വളരെ സുവ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. സകല മതങ്ങളുടെയും ദൈവം ഒന്ന് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ ഒരു മതം ശരിയാണ് ബാക്കിയെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല. എല്ലാവരും ആത്മീയതയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരവരുടെ ഇഷ്ടാനുസരണം അവർ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതായ സംവിധാനങ്ങൾ മാത്രമാണ് ഓരോ മതങ്ങളെന്നുള്ളത് സത്യസന്ധമായ വസ്തുതകൾ തന്നെയാണ്. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതായ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയാതെ പോകാൻ കഴിയില്ല. ട്രംപ് പറയുന്നു അദ്ദേഹം മാർപ്പാപ്പയായിട്ട് വരാവും. വളരെ രസാവഹമായ ഒരു കാര്യമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ട്രോൾ ചെയ്ത് രസിക്കാം. എങ്കിലും ആ രസിക്കുന്നതിനപ്പുറം മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നിൽ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നാളെ അത് യാഥാർത്ഥ്യമാകണം എന്നല്ല. കാരണം അന്തിക്രിസ്തുവിനെക്കുറിച്ച് ഒരു വാക്കുണ്ട്. 4 മലകൾക്ക് നടുവിലുള്ളതായ ആ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഞാനാണ് ദൈവം, എന്നെ എല്ലാവരും ആരാധിക്കണം എന്ന് പറയുന്നതായ ഒരു ശക്തിയെക്കുറിച്ച്, അന്തിക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നതായ ആ ശക്തിയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കുന്നതായ ഒരു വൻ ശക്തിയാണ് ട്രംപ്. ആ ട്രംപ് സ്വയം പറയുകയാണ് ഞാൻ മാർപ്പാപ്പയാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ അപകടം അതിൻ്റെ മുന്നിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ചിരി ഇല്ലാത്ത രാജ്യം വേണമെങ്കിൽ നാളെ പിടിച്ചെടുത്തിട്ട് ആ കസേര കയറി ഇരുന്നു കൂടായികയൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അന്തിക്രിസ്തുവായി രൂപപ്പെടുന്നത് നമ്മുടെ ട്രംപായിരിക്കുമോ? എങ്കിൽ ലോകത്തിൻ്റെ അവസാനം ട്രംപിലൂടെ ആയിരിക്കുമോ എന്ന ആശങ്ക നമ്മളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്നത് പലതും കാര്യമാകും. കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെയൊക്കെ ആയിരിക്കും പുള്ളിയുടെ ഒരു അവതരണങ്ങളും. അപ്പം അങ്ങനെ അന്തിക്രിസ്തുവായി ട്രംപ് അവതരിക്കുന്നതിന് മുൻപായി തന്നെ നമുക്ക് പുതിയ മാർപ്പാപ്പ നമുക്ക് ലഭിച്ചു എന്നുള്ളതായ വെളിപ്പെടുത്തലുമായി വെളുത്ത പുക പുറത്തേക്ക് വരുവാൻ നമുക്ക് കാത്തിരിക്കാം. അതുവരെയും അന്തിക്രിസ്തുവാകാൻ വന്നു നിൽക്കുന്നതായ ട്രംപിനെ തടഞ്ഞു നിർത്തേണ്ടതായ ഒരു കടമ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട്. അദ്ദേഹം ആ രാജ്യം കീഴടക്കി ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വന്നാൽ ഈ ഭൂമി അതുകൊണ്ട് തീർന്നു കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതിന് മുൻപായി നമുക്കൊരു പുതിയ നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു മാർപ്പാപ്പയെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന അതിനേക്കാൾ നല്ലൊരു മാർപ്പാപ്പയെ നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ വിഷയത്തിൽ പ്രത്യാശിക്കുകയാണ്. നന്ദി, നമസ്കാരം.